അങ്ങനെ ഇപ്പോൾ മന്ത്രിമാളിലെ കാഴ്ചകൾ തുടരുന്നു. അവിടുത്തെ മുകളിൽ എല്ലാ മാളിലും ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരിക്കും ഫുഡും ഗെയിമും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരാൾ വിർച്വൽ ക്രിക്കറ്റാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 12 ബോളിന് 300 രൂപയാണ്. അപ്പോൾ കുട്ടികൾ ആവശ്യപ്പെട്ടു ഞങ്ങൾക്കും അത് കളിക്കണം. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നാൽ ഞാൻ 300 രൂപയൊന്നും എനിക്ക് തരണ്ട, 12 അല്ല 24 ബോൾ വെച്ച് ഓരോർക്കും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് നേരെ ബാക്കിയുള്ള കളികൾ കാണാനായിട്ടുള്ളൊരു അവസരം കൊടുത്തു. എല്ലാത്തിനും നല്ലൊരു ചാർജാണ്. കാരണം ബാംഗ്ലൂർ ഇത് വലിയൊരു ചാർജായിട്ട് കാണാനായിട്ട് പറ്റില്ല. 300 രൂപയൊന്നും അവിടുത്തെ ഒരു സിറ്റി ലൈഫിൽ ഒരു വലിയ ചാർജായിട്ടൊന്നും തോന്നുന്നില്ല. പിന്നെ ഞങ്ങളവിടെ പോയി ഇവിടെ എല്ലാം ഫുഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഡർ കൊടുത്ത് ഫുഡ് വരണം. നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ ഇരിക്കുന്നിടത്ത് സപ്ലൈ ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഈ സിസിലർ ഇത് നോക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. കാരണം വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ചേട്ടൻ്റെ മോൻ ശ്രീവർദ്ധൻ അവൻ പറഞ്ഞു ഇവിടുത്തെ ഫുഡാണ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വന്നപ്പോൾ അന്നത്തെ ദിവസം ആ കട മാത്രം പൂട്ടിയിട്ടിരിക്കുകയാണ്. ബാക്കി എല്ലാ കടകളും തുറന്നിട്ടുണ്ട്. എന്തായാലും അവിടെയുള്ളൊരു വെജ് കടയിൽ തന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവരാണ് ഓർഡർ ചെയ്തത്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിട്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനും മോളും കൂടെ നേരെ അവിടെ ആ പ്ലേ ഗ്രൗണ്ടിൽ ഇങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അതൊക്കെ കണ്ട് നടക്കുമ്പോൾ ഫോൺ കോൾ വന്നു, നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, പനീർ ടിക്ക. അപ്പോൾ ഇതൊക്കെ തരുന്നത് അവിടെ പ്ലാസ്റ്റിക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ പ്ലാസ്റ്റിക് പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഇല കൊണ്ടുള്ള പ്ലേറ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്ലാസ്റ്റിക് അങ്ങനെ അവരുപയോഗിക്കുന്നില്ല. ഇതൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ മാറ്റിയിട്ടുള്ളൊരു ഇതാണ്. ഇത് കണ്ടോ പുക. ഇതാണ് സിസിലർ എന്ന് പറയുന്ന ഫുഡ്. ക്യാബേജ്, അതിൻ്റെ അകത്ത് നമ്മുടെ ഫ്രൈഡ് റൈസ്, പിന്നെ പനീർ വേണമെങ്കിൽ പനീർ വെച്ച് തരും, ഗോബി മഞ്ചൂരി വേണമെങ്കിൽ ഗോബി മഞ്ചൂരി വെച്ച് തരും. നല്ലൊരു ഐറ്റമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇവരെ ഈ പുക എങ്ങനെ വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നല്ല ടേസ്റ്റായിട്ടുണ്ട്. അവർ റെഡിയായ ഉടനെ തന്നെ നമുക്ക് സെർവ് ചെയ്യുന്നതുകൊണ്ട് നല്ല ചൂടും അതുപോലെ നല്ല എരിവും ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും അവർക്ക് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ അവരൊന്ന് കഴിക്കാനായിട്ട് ട്രൈ ചെയ്തു. പലതുള്ളി പെരുവെള്ളം എല്ലാ ഐറ്റംസും കുറേശ്ശെ കഴിച്ചപ്പോൾ എല്ലാവരുടെയും വയറ് നിറഞ്ഞു. അമ്മയ്ക്ക് അതൊന്നും വേണ്ട, ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയ്ക്ക് ചപ്പാത്തി ഓർഡർ ചെയ്തു. നമ്മളെല്ലാം കുറേശ്ശെ ഒന്ന് ടേസ്റ്റ് ചെയ്തു. പനീർ ടിക്കയാണ് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. നമ്മുടെ ഇവിടെ കിട്ടുന്ന ആ ഒരു പനീർ ടിക്കയ്ക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെ പാസ്ത, ഫ്രഞ്ച് ഫ്രൈസ്. ഇനിയും എന്തെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് ചോദിച്ചു. കാരണം ഒരുപാട് ഫുഡ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ 1 മണിക്കൂർ കൊണ്ട് കാണുന്ന കാഴ്ചയാണ്. അതിന് ശേഷം സംഭവിച്ചതാണിത്. എങ്ങനെ തീർന്നു എന്നുള്ളതൊന്നും നോക്കാർക്കും അറിയില്ല. അങ്ങനെ അവിടുത്തെ ഫുഡും കഴിച്ച് നേരെ ഫ്ലാറ്റിലേക്ക് ഉറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാംഗ്ലൂരിലെ അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കേ.